ഹലോ, വെൽക്കം ടു ഇന്നത്തെ എപ്പിസോഡ് ഓഫ് സ്റ്റഡി ഏഞ്ചൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ 10th കഴിഞ്ഞ് ഇനി +1ലേക്ക് വരുന്ന സ്റ്റുഡൻസിന് ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് ഇന്ന് നമ്മൾ ചെയ്യുന്നുള്ളത്. ബാക്കിയുള്ളവർക്ക് ഇത് സ്കിപ്പ് ചെയ്യാം കേട്ടോ. അപ്പോൾ എന്തായാലും ഇപ്പോൾ +1 കഴിഞ്ഞിട്ടുള്ള 10th കഴിഞ്ഞിട്ടുള്ള കുട്ടികൾക്ക് എന്തായാലും ഒരു കൺഫ്യൂഷൻ ഉണ്ടാവും. സയൻസ് ആണോ, ഹ്യൂമാനിറ്റീസ് ആണോ, കൊമേഴ്സ് ആണോ എടുക്കുക, ഏതാണ് എന്നെ കൊണ്ട് പഠിക്കാൻ പറ്റുക, അങ്ങനെയുള്ള ഒരുപാട് ഡൗട്ടൊക്കെ ഉണ്ടാവും. അപ്പം ഒരുപാട് കുട്ടികൾ ഇങ്ങനെ +1 ഓരോ കുട്ടികളുടെ അടുത്ത് ഇങ്ങനെ ചോദിച്ചൊക്കെ മനസ്സിലാക്കാറുണ്ട്, എന്താണ് അവർക്കിത് പാടായിരിക്കും എന്നുള്ളതിനെക്കുറിച്ചൊക്കെ. അപ്പോൾ എന്തായാലും അതിനെക്കുറിച്ച് ചെറിയൊരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു. ഇനി ഈ ഒരു വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യാത്ത എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കമൻറ്റ് ചെയ്യാം. അതേപോലെ തന്നെ ഇപ്പോൾ ഓൾറെഡി +1 കഴിഞ്ഞ സ്റ്റുഡൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ടിപ്പോ കാര്യങ്ങളൊക്കെ അവർക്ക് പറഞ്ഞു കൊടുക്കാനുണ്ടെന്നുണ്ടെങ്കിൽ താഴെ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. സയൻസ് ടഫാണോ എന്ന് ചോദിക്കുന്നവരാണ് കൂടുതൽ പേരും. സയൻസ് ടഫാണോ എന്നുള്ളതിന് എനിക്ക് കൃത്യമായിട്ടുള്ള ഒരു ആൻസർ പറയാൻ വേണ്ടിയിട്ട് പറ്റുന്നില്ല. പക്ഷേ നമ്മൾ 10th വെച്ച് നോക്കുന്ന സമയത്ത് അത്യാവശ്യം നല്ല കണ്ടൻറ്റ് തന്നെ നമുക്ക് +1 +2 പഠിക്കാനുണ്ട് എന്നുള്ളത്. അത് ഏതൊരു സ്കീമാണ് നമ്മൾ സെലക്ട് ചെയ്യുന്നതെങ്കിൽ പോലും അതിൽ അത്യാവശ്യം നന്നായിട്ട് നമ്മൾ 10th വരെയുള്ളതിനേക്കാളും കൂടുതൽ നമുക്ക് പഠിക്കാനുണ്ട്. ആ ഒരു വർഷത്തിനകത്ത് നമുക്ക് അത്യാവശ്യം നല്ല കണ്ടൻറ്റ് പഠിക്കാനുണ്ട് എന്നുള്ളതുകൊണ്ടായിരിക്കും നമ്മൾ ആ ഒരു മൈൻഡിലേക്ക് അതിനെടുക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ഇനി +1ലേക്കുള്ള സ്റ്റുഡൻസിൻ്റെ അടുത്ത് എനിക്ക് പറയാനുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒരിക്കലും നിങ്ങൾ ഏതൊരു സബ്ജക്റ്റാണ് സെലക്ട് ചെയ്യുന്നത്, സയൻസ് ആയിക്കോട്ടെ, ഹ്യൂമാനിറ്റീസ് ആയിക്കോട്ടെ, കൊമേഴ്സ് ആയിക്കോട്ടെ, ഏതൊരു സ്കീം നിങ്ങൾ സെലക്ട് ചെയ്യുന്ന സമയത്തും നിങ്ങൾക്കതിൽ കുറച്ചെങ്കിലും ഒരു താല്പര്യം ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. കൂടുതലും നമ്മുടെ പാരൻസ് വോയിസ് ചെയ്തിട്ട് അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സ് ആ ഒരു സബ്ജക്റ്റിനാണ് പോകുന്നത്, അപ്പോൾ അതിന് പോവാൻ ഞാനും എന്നുള്ള ആ ഒരു മൈൻഡിൽ നിങ്ങൾ ഒരിക്കലും ഏതൊരു സബ്ജക്റ്റും സെലക്ട് ചെയ്യരുത്. ജസ്റ്റ് ഇപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡ്രീമും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിന് പറ്റിയിട്ടുള്ള സബ്ജക്റ്റ് ഏതാണോ അത് വെച്ചിട്ട് നിങ്ങൾക്ക് ഏത് സ്കീം സെലക്ട് ചെയ്യണമെന്ന് നോക്കാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏതാണ് ഇഷ്ടമുള്ള സബ്ജക്റ്റ് വരുന്നത് ഏതിലാണോ ആ ഒരു വയസ്സിൽ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം എന്നുള്ളതാണ്. അല്ലാണ്ട് ഒരിക്കലും കംപ്ലീറ്റ് ആയിട്ട് നിങ്ങളുടെ പാരൻസിൻ്റെ വോയിസിൻ്റെ പുറത്താണ് നിങ്ങളൊരു സബ്ജക്റ്റ് സെലക്ട് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ നിങ്ങൾക്കത് മടുക്കും. അതേപോലെ തന്നെ ഇപ്പോൾ മാത്സ് ടഫാണ്, ബാക്കിയുള്ള സയൻസ് സബ്ജക്റ്റുകളൊന്നും അത്ര കുഴപ്പമില്ല, പക്ഷെ എനിക്ക് സയൻസ് സ്കീം എടുക്കാനാണ് താല്പര്യം, എങ്ങനെ ഞാൻ മാത്സ് ഇല്ലാത്ത സയൻസ് എടുക്കും എന്നൊക്കെ വിചാരിക്കുന്നവരുണ്ടാവും. സോ അങ്ങനെയുള്ളവർക്ക് നല്ലൊരു ഓപ്ഷനിലാണ് VHSC എന്ന് പറയുന്നത് കേട്ടോ. സോ അതിനകത്ത് നമുക്ക് മാത്സ് ഇല്ലാത്ത സബ്ജക്റ്റുകൾ നമുക്ക് വരുന്നുണ്ട്, പക്ഷേ ബാക്കി നമ്മുടെ ബയോളജി, കെമിസ്ട്രി, ഫിസിക്സ്, ബാക്കിയുള്ള എല്ലാ സബ്ജക്റ്റുകളും വരുന്നുണ്ട്. സോ ഇപ്പോൾ ഇങ്ങനെ ഈ ഒരു മെഡിക്കൽ പ്രൊഫഷനിലേക്കൊക്കെ പോകണമെന്ന് ആഗ്രഹിക്കുന്ന കുട്ടികൾക്ക് ആ ഒരു VHSCയിലെ സയൻസ് എടുത്താലും മതിയാകുന്നതായിരിക്കും കേട്ടോ. അതേപോലെ തന്നെ 10th വരെ മലയാളം മീഡിയം പഠിച്ചിട്ടുള്ള സ്റ്റുഡൻസ് +1ലേക്ക് പിന്നെ പെട്ടെന്നൊന്ന് നമ്മുടെ സയൻസ് സ്കീം എടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അധികം ഇംഗ്ലീഷിന് തന്നെ ആയിരിക്കും എല്ലാ സ്കൂളുകളിലും നമുക്ക് എക്സാമൊക്കെ എഴുതേണ്ടി വരുന്നത്. സോ പെട്ടെന്ന് തന്നെ നമ്മൾ ആ ഒരു ഇംഗ്ലീഷ് മീഡിയത്തിലേക്ക് പോകുന്ന സമയത്ത് എനിക്കത് ക്യാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റൂ എന്ന് ചോദിക്കുന്ന കുറേ കുട്ടികളുണ്ട്. സോ ഞാനും ഒരു മലയാളം മീഡിയം സ്റ്റുഡൻ്റ് ആയിരുന്നു. സോ ആദ്യ കുറച്ച് സമയത്തൊന്നും, അതായത് 2-3 മാസമൊന്നും എനിക്ക് കാര്യമായിട്ടൊന്നും ഒന്നും തന്നെ കത്തുന്നുണ്ടായിരുന്നില്ല. പക്ഷേ പിന്നെ ഒരു 2-3 മാസം കഴിഞ്ഞ സമയത്ത് പിന്നെ ഞാനിങ്ങനെ പതുക്കെ അതിങ്ങനെ ക്യാച്ച് ചെയ്ത് തുടങ്ങിയിട്ടുണ്ടായിരുന്നു എന്നുള്ളത്. സോ ആദ്യം കുറച്ച് ദിവസം നമുക്ക് ചെറിയ ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവും, പിന്നെ അത് നമുക്ക് റെഡി ആയി നമുക്കത് ടീച്ചേഴ്സൊക്കെ പറയുന്ന കാര്യങ്ങൾ നമുക്കിങ്ങനെ മനസ്സിലായിട്ട് വരും എന്നുള്ളതാണ്. സോ ആദ്യ കുറച്ച് ദിവസങ്ങളിൽ നമുക്ക് മനസ്സിലാവുന്നില്ല എന്ന് വിചാരിച്ചിട്ട് നമ്മൾ ഒരിക്കലും അത് പഠിക്കാതിരിക്കുകയോ അല്ലെങ്കിൽ നോട്ട് ചെയ്താണ്ടിരിക്കുകയോ ഒന്നും ചെയ്യരുത് കേട്ടോ. കറക്റ്റായിട്ട് നമ്മൾ നോട്ടും കാര്യങ്ങളൊക്കെ എഴുതി തന്നെ പോരണം. കാരണം കുറച്ച് കഴിയുന്ന സമയത്ത് നമുക്കത് മനസ്സിലാവും. ഇപ്പോൾ ഓരോ എക്സാമൊക്കെ ആവുന്ന സമയത്തിന് നമുക്ക് അത്യാവശ്യം കാര്യങ്ങളൊക്കെ ഇങ്ങനെ കറക്റ്റായിട്ട് വരുന്നുണ്ടാവും. സോ ആ ഒരു സമയത്ത് പിന്നെ എക്സാമിന് നമ്മൾ നോക്കുന്ന സമയത്ത് അതുവരെ എനിക്കൊന്നും മനസ്സിലാവുന്നില്ല എന്ന് പറഞ്ഞിട്ട് നമ്മൾ നോട്ടൊന്നും എഴുതുന്നില്ല എന്നുണ്ടെങ്കിൽ പിന്നെ നമുക്ക് അവിടെ നിന്ന് അങ്ങോട്ട് നമ്മൾ അത്യാവശ്യം തന്നെ ആ ഒരു നോട്ടൊക്കെ എഴുതി ഉണ്ടാക്കലും ആകെ നമ്മൾ പിന്നെ മൊത്തത്തിൽ ഇതൊന്നും തന്നെ ക്യാച്ച് ചെയ്യാൻ പറ്റുന്നില്ലല്ലോ എന്നുള്ള അവസ്ഥയിലായിട്ട് മാറി പിന്നെ അങ്ങോട്ട് കംപ്ലീറ്റ് ആയിട്ട് അങ്ങോട്ട് ആകെ ഉഴപ്പി പോകാനുള്ള ചാൻസ് ഉണ്ട്. +1 സയൻസിൽ മാത്സ് ടഫാണോ എന്ന് ചോദിക്കുന്നവരുണ്ട്, അതുപോലെ തന്നെ മാത്സിന് അത്യാവശ്യം പേടിക്കുന്നവരും ഉണ്ട് കേട്ടോ. സോ മാത്സിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് 10th പോലെയൊക്കെ തന്നെ ആ ഒരു നോർമൽ ടഫിലുള്ള കുറേ സബ്ജക്റ്റുകളുണ്ട്. 1-2 സബ്ജക്റ്റ് മാത്രമാണ് കേട്ടോ എല്ലാവർക്കും കോമൺ ആയിട്ട് ടഫായിട്ട് വരുന്ന ചാപ്റ്റേഴ്സ് എന്ന് പറയുന്നത് ട്രിഗണോമെട്രി, അതേപോലെ തന്നെ ലിമിറ്റ്സ് ആൻഡ് ഡെറിവേറ്റീവ്സ്. സോ അതിനകത്ത് നമുക്ക് അത്യാവശ്യം റിസൾട്ടുകൾ കാണാണ്ട് പഠിക്കാനുണ്ട്. എന്തെങ്കിലുമൊക്കെ പ്രോബ്ലം ചെയ്യണമെന്നുണ്ടെങ്കിൽ കുറച്ച് റിസൾട്ടുകൾ നമുക്ക് കാണാണ്ട് അറിഞ്ഞിരിക്കേണ്ടതായിട്ടുണ്ട്. സോ അതാണ് അത്യാവശ്യം എല്ലാവർക്കും ടഫായിട്ട് വരാനുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ചില കാര്യങ്ങളൊക്കെ നമുക്ക് പ്രൂവ് ദാറ്റ് എന്ന് പറഞ്ഞിട്ട് പ്രൂവ് ചെയ്യാനൊക്കെ ഉണ്ട്. സോ അതിന് ആ ഒരു റിസൾട്ട് വേണം, അതുകൊണ്ടാണ് അത് എല്ലാവർക്കും കുറച്ച് പാടായിട്ട്
ഹാർഡായിട്ട് വരുന്നത്. അതേപോലെ തന്നെ ഇപ്പോൾ ഈ ഒരു പബ്ലിക് എക്സാം ഒക്കെ എഴുതി നോക്കിയ സമയത്ത് ഞങ്ങൾക്ക് മനസ്സിലായ കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരിക്കലും നമ്മളുടെ 10th വരെയുള്ള പോലെയല്ല ഈ ഒരു +1 +2 നമ്മൾ ഒരിക്കലും ആ ഒരു എക്സാമിൻ്റെ തലേ ദിവസം ഇരുന്നിട്ട് പഠിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒരിക്കലും ഈ ഒരു നമ്മുടെ സിലബസ് മൊത്തം നമുക്ക് കംപ്ലീറ്റ് ചെയ്ത് എക്സാം എഴുതാൻ വേണ്ടിയിട്ട് പറ്റില്ല എന്നുള്ളതാണ്. സോ ഇതുവരെ ഇപ്പോൾ അത്യാവശ്യം നന്നായിട്ട് തന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒക്കെ റിപ്പീറ്റ് ചെയ്ത് വരുന്ന ആ ഒരു രീതിയിലാണ് നമ്മൾ എക്സാം പാറ്റേൺ കണ്ടിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഈ ഒരു കൊല്ലം മുതലൊക്കെ അവർ ചെറിയ രീതിക്കൊക്കെ എക്സാമിൻ്റെ പാറ്റേണുകളിൽ ചെറിയ മാറ്റമൊക്കെ വരുത്താൻ വേണ്ടിയിട്ട് നോക്കുന്നുണ്ട്. സോ അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളും അത്യാവശ്യം നന്നായിട്ട് തന്നെ നല്ല രീതിയിൽ തന്നെ പഠിക്കേണ്ടി വരും എന്നുള്ളതാണ്. അതേപോലെ തന്നെ കെമിസ്ട്രിയുടെ കാര്യം എനിക്ക് തോന്നിയിട്ടില്ല എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മുടെ 10th എന്നും പോലെയല്ല കെമിസ്ട്രി ഈ ഒരു +1 വരുന്നുള്ളത്. കുറച്ചും കൂടെ അത്യാവശ്യം നന്നായിട്ട് തന്നെ നമുക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് കെമിസ്ട്രിയിലുണ്ട് കേട്ടോ. മറ്റേ നമുക്ക് ആ ഒരു 10th ആയ സമയത്ത് കെമിസ്ട്രി ജസ്റ്റ് ഒന്ന് ആ ഒരു തലേന്ന് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ നോക്കി പോയാൽ തന്നെ നമുക്ക് ഏതൊരു എക്സാം ആയിക്കോട്ടെ അത്യാവശ്യം നമുക്ക് നന്നായിട്ട് തന്നെ സ്കോർ ചെയ്യാൻ പറ്റുന്ന അത്യാവശ്യം നല്ല സിമ്പിളായിട്ടുള്ള കണ്ടൻറ്റുകളായിരുന്നു നമുക്ക് വരുന്നുണ്ടായിരുന്നത്. പക്ഷേ +1 ആ ഒരു നമ്മൾ 10th വരെയൊക്കെ നോക്കുന്ന സമയത്ത് അത്യാവശ്യം ഒന്നും കൂടെയൊക്കെ കെമിസ്ട്രിക്കകത്ത് പഠിക്കാനുണ്ട് കേട്ടോ. ഇനി ഫിസിക്സിൻ്റെ കാര്യം നോക്കുന്ന സമയത്ത് നമുക്ക് 10th കൂടുതൽ ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. അതേപോലെ തന്നെ നമുക്ക് ഡെറിവേഷൻസ് എന്ന് പറയുന്ന സംഭവം കൂടെ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഓരോ ഇക്വേഷൻസ് ഒക്കെ നമ്മൾ തന്നെ ഇങ്ങനെ ഡിറൈവ് ചെയ്ത് ഓരോന്നിൽ നിന്നും ഇങ്ങനെ കണ്ടുപിടിച്ചുണ്ടാക്കുക എന്ന് പറയുന്ന സംഭവം അത് നമുക്ക് എക്സാമിന് ചോദിക്കാറുണ്ട്. സോ എക്സാമിന് നമുക്ക് അത്യാവശ്യം 2-3-4 ഡെറിവേഷൻസ് ഒക്കെ നമ്മളടുത്ത് എപ്പോഴും ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് നമ്മൾ കാണാണ്ട് എഴുതി നോക്കി പഠിക്കണം എന്നുള്ളത് ഒരു ഡിഫറൻസ് ആണ്. ബാക്കി കുറച്ചുകൂടെ കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ട് ഞാൻ നെക്സ്റ്റ് പാർട്ടിടാം കേട്ടോ.